ശ്രീ പി ഷബീർ, CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും ഇത് സിറ്റിംഗ് സീറ്റാണ്, നിങ്ങളുടെ MLA ആണ്. അപ്പോൾ സിറ്റിംഗ് സീറ്റ് പോവാതിരിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. പക്ഷെ നിങ്ങൾ അപ്പുറത്തെ ആശയക്കുഴപ്പം എന്ത് എന്നുള്ളത് നോക്കി നിൽക്കുകയാണോ? പറ്റിയാൽ കോൺഗ്രസിലും തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മോഡലിൽ കിട്ടും നിലമ്പൂരിലുമെന്ന് ഒരു ആത്മവിശ്വാസമോ പ്രതീക്ഷയോ ഉണ്ടോ? ഇവിടെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടാണ്. കഴിഞ്ഞ 9 വർഷം കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ നിങ്ങൾ പറയുന്ന ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല. ഇവിടെ UDF-ന്റെ ഈ പറയുന്ന ശ്രീ PV അൻവറിന്റെ പ്രവേശനം സംബന്ധിച്ച കാര്യം, അതല്ലെങ്കിൽ UDF-ന്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥി തീരുമാനം, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയാസകരമായ അവസ്ഥയും സൃഷ്ടിക്കുന്നില്ല. അതെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും സുസജ്ജമായി നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ വഞ്ചനയോടുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരുകാരുടെ വിധിയെഴുത്ത് എന്നത് മാത്രമാണ് അതിനകത്ത് മറ്റൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്. അവിടെ ഷബീർ, കുഞ്ഞാലിക്ക് ശേഷം നിലമ്പൂരിൽ ഒരു പത്തരമാറ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചിട്ടില്ല. ഈ മുൻപ് കോൺഗ്രസ് ആയിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാരമ്പര്യം ഉണ്ടായിരുന്ന ആളുകൾ ജയിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ലേബലിൽ എന്നതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ, പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റായ ഒരാൾ ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം 67-ന് ശേഷം ഇങ്ങോട്ടൊരു യാഥാർത്ഥ്യമായി കിടക്കുകയാണ്. കഴിഞ്ഞ 2 തവണ ജയിക്കുന്നത് അൻവർ ഉണ്ടാക്കിയിട്ടുള്ള, അൻവർ സമാഹരിച്ചിട്ടുള്ള പൊതു വോട്ടുകളുടെ കൂടി സ്വാധീനത്തിലാണ്. അതിത്തവണ ഇല്ല. പ്യുവറായിട്ട് പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ നേരിടണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കൺസിഡറേഷൻസ് ഒക്കെ അൻവറിനെ പോലെ അല്ലെങ്കിൽ അൻവറിനോടൊക്കെ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളെ അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ തെറ്റുണ്ട് എന്ന അർത്ഥത്തിലല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തില് 957 മുതൽ തന്നെ സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെയും അതത് സാഹചര്യങ്ങളിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട നിരവധിയായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ, ഒരു വ്യക്തതക്കുറവുമില്ലാതെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കും. ഇവിടെ ഇടതുപക്ഷത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രയാസകരമായ അവസ്ഥയും നിലവിലില്ല. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം UDF-ൽ ഉള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ചും അതല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വല്ല ആശങ്കയും അല്ലെങ്കിൽ വല്ല പ്രയാസകരമായ സാഹചര്യവും ഈ ഘട്ടം വരെ ആർക്കെങ്കിലും ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നാണോ അതിന്റെ മുറയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കോൺഫിഡൻസ്.